ഇന്ന് നമ്മുടെ പാചകം പഴയ കാലത്ത് ചെയ്യാറുള്ള നമ്മുടെ ഈ നാടൻ ചക്കക്കുരു തോരൻ വെക്കുകയാണ്. അപ്പോൾ ചക്കക്കുരു തോരൻ വെക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം. ഒന്ന് ചക്കക്കുരുവും തേങ്ങായും ഉപയോഗിച്ച് തോരൻ വെക്കാം. അപ്പം ചക്കക്കുരു നമ്മൾ കീറിയിട്ട് തേങ്ങയെല്ലാം ചതച്ച് വാരി ഇതെല്ലാം ഇട്ടുള്ള തോരൻ വെക്കാം. എങ്കിലും നമ്മൾ ഈ മലയോര മേഖലയിലുള്ളവരോ പഴയ കാലങ്ങളിലൊക്കെ തീരപ്രദേശത്ത് പച്ചമീനൊക്കെ എളുപ്പം എത്താറില്ല. പിന്നെ അപ്പം വഴികളൊക്കെ റോഡ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഉണക്ക മീനുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഉണക്കമീൻ ഉപയോഗിച്ച് ഈ ചക്കക്കുരു ഒക്കെ ഇട്ട് തോരൻ വെക്കുന്നതിന് ആ മീനിൻ്റെ രുചിയും ചക്കക്കുരുവിൻ്റെ രുചിയും ഒക്കെ വരും. ഇത് നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇവിടുന്ന് ദൂരദേശങ്ങളിൽ പോകുന്നവരൊക്കെ ഈ പഴയ കാലത്തുള്ള രുചികളൊക്കെ വീണ്ടും വീണ്ടും ചിന്തിക്കാറുണ്ട്. ആ രുചികൾ അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ കുട്ടൻ എന്ന് പറഞ്ഞ മീനാണ്. ഇതൊരു ഉണക്ക മീനാണ് കുട്ടൻ. അപ്പം ഈ മീൻ നടുവേ കീറിയതാണ്. ഇതിന് കോര എന്നും പറയും. നമ്മുടെ നാടൻ ഭാഷയിലുള്ള പേരുകളൊക്കെ ഞാൻ പറഞ്ഞത് ഇത് കോര എന്നും പറയും. ഇതിനിപ്പം നല്ല ഉപ്പുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് വളരെ കുറയ്ക്കും. കാരണം ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പ്രഷറൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കെല്ലാം ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ മാങ്ങ, ഇതിപ്പം നമ്മുടെ മുറ്റത്ത് നിന്ന മാങ്ങ തന്നെയാണ്, അത് എടുത്തിരിക്കുകയാണ്. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അരമുറി തേങ്ങ ഇതിനും മതി. അരമുറി തേങ്ങ, നമ്മുടെ കാന്താരി പഴുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ചൂടുകാലം ആയതുകൊണ്ടാണ് പഴുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ ചക്കക്കുരു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ഈ സമയത്ത് മാത്രമല്ല ഇത് പാചകം ചെയ്ത് കഴിക്കുക, നമ്മളൊരു ഇടവപ്പാതി സമയത്തും കഴിക്കുക. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ അകത്തെല്ലാം ഉമി ഇട്ട് വെക്കും. ഇതിൻ്റെ വെള്ളം അധികം വലിഞ്ഞു പോകാതെ ഉമിയൊക്കെ ഇട്ട് വെച്ച് ഇത് സൂക്ഷിക്കുക. അപ്പോൾ ആ സമയത്ത് ആ മനുഷ്യന് പ്രയാസങ്ങളും ദാരിദ്ര്യമൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ, ഇപ്പോഴും അതൊക്കെ തന്നെ മനുഷ്യന് പലർക്കും ഉണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇത് ആ സമയത്ത് കൂടുതലും ഈ ഇടവപ്പാതി കർക്കിടക സമയത്തൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു രൂപമാണ്. മലയാളികളിൽ എനിക്ക് തോന്നുന്നു 90% മനസ്സിന് വലിയ കള്ളത്തരമൊന്നും ഇല്ലെങ്കിൽ അവർക്കറിയാവുന്നതാണ് ഇതെല്ലാം അവർ ചെയ്യുന്നതാണ്. അപ്പം നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചക്കക്കുരു പൊളിച്ച് വെള്ളത്തിലിടും. അപ്പോൾ രാവിലെ അമ്മമാരൊക്കെ ഈ ധൃതി പിടിച്ച് ഉള്ള ആ കാലഘട്ടങ്ങളിലെ ജോലികളിൽ, ഇപ്പോഴത്തെ കാലത്ത് ഈ ചക്കക്കുരു ഈ ധൃതിയുള്ള ദിവസങ്ങളിലൊന്നും ചെയ്യാറില്ല. ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ എന്തെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. കാരണം സമയം വലിയൊരു ഘടകമായതുകൊണ്ട്. അപ്പം ഇത് പൊളിച്ച് അവർ ആദ്യം രാവിലെ ഒരു 5 മണിക്കൊക്കെ പശുവിനൊക്കെ കറക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരിത് പൊളിച്ച് വെള്ളത്തിലിടും. ഈ വെള്ളത്തിലിട്ട് ഒരു 1-1.5 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇതിൻ്റെ തൊലിയൊക്കെ കുതിർന്ന് കഴിയും. അപ്പോൾ ആ കുതിർന്ന് കഴിയുമ്പം പിന്നെ ഇത് തൊലി ചിരണ്ടി കളയാൻ വളരെ എളുപ്പമാണ്. അപ്പം നമ്മളിത് ഒന്നാമത്തെ രംഗം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം. അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ച് ഇനി വലിച്ചു വരി ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാമെന്ന്. നമുക്ക് ചക്കക്കുരു പൊളിച്ച് വെള്ളത്തിലിടാം. ബാക്കി കാര്യങ്ങളെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ രീതിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലി കളഞ്ഞ് ചക്കക്കുരു വെള്ളത്തിലേക്ക് ഇടുവാണ്. അപ്പോൾ ഇത് കുതിർന്ന് കഴിയുമ്പോൾ നമ്മളത് ചിരണ്ടി അതിൻ്റെ ആ രണ്ടാമത്തെ തൊലിയൂടെ കളയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ പാചകത്തിൻ്റെ ഈ ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉണക്കമീൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ തലയും ഭാഗങ്ങളൊക്കെ വെട്ടുകയാണ്. അപ്പം വെട്ടി ഇതിൻ്റെ മൊത്തം മീൻ നമുക്ക് ഈ ഒരു തോരന് ആവശ്യമായിട്ട് വരത്തില്ല. അപ്പോൾ അതിന് ഏകദേശം ആവശ്യമായി വരുന്നത്രയും ഭാഗം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഉണക്കമീനാകുമ്പോൾ നമ്മൾ വെട്ടി, കോരയാകുമ്പോൾ അതിൻ്റെ അല്ലെ കുട്ടൻ എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഉണക്ക മീൻ്റെയാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത്രയുടെ ഉപ്പിൻ്റെ അളവും കുറഞ്ഞിരിക്കും. മീനൊരു ക്ലാച്ചിൻ്റെ സ്മെല്ലും ഒഴിവായി കിട്ടും. അപ്പോൾ ഈ മീനെടുത്ത് കഴിയുമ്പോൾ ഓർത്തുകൊണ്ട് ഇച്ചിരി പുളി ഇട്ട് അതിൻ്റെ വെള്ളം തന്നെ ഇട്ടുമ്പോൾ ഒന്ന് കഴുകണം. അപ്പോൾ ആ മീനിൻ്റെ ആ സ്മെല്ല് അങ്ങ് മാറിക്കിട്ടും, അല്ലെ ആ മണം മാറിക്കിട്ടും. ഒരു മണം നമ്മളിത് ആവശ്യാനുസരണം ചെറിയ പീസാക്കുകയാണ്. ഏകദേശം ഇപ്പം മുറിച്ചിട്ടേക്കുന്ന ഒരു 3-4 ചെറിയ പീസുകളൂടെ ആക്കുക. അത്രയും മതിയായിരിക്കും നമ്മുടെ ഈ പാചകത്തിന്. അപ്പോൾ അതിനുള്ള ഇതേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ 2-3 പീസുകളൂടെ ആക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ തോരന് ആവശ്യമായി അത് ചെറിയ പീസുകളാക്കുകയാണ്. അപ്പോൾ ചെറിയ പീസുകളാക്കി ഇടുമ്പോൾ ആ തോരന് ആവശ്യമുള്ളത്രയും നമ്മൾ ഉണക്കമീൻ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒന്നേ ഉപ്പിൻ്റെ അളവ് കൂടും, അതും അല്ലെങ്കിൽ ആ തോരൻ്റെ ആ ചക്കക്കുരുവിൻ്റെ രുചിയുടെ അളവും കുറയും. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമായത്രയും ഉണക്കമീൻ ഇട്ടാൽ മതി. ഇപ്പം നമ്മളൊരു ഫുൾ കോര കാണിച്ചെങ്കിലും അതിൻ്റെ ഒരു 60% കൂടുതൽ ആവശ്യമില്ല. ഈ ചക്കക്കുരു നല്ലപോലെ ഒരു 4-5 പ്രാവശ്യമാണ്. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യത്തെ കഴുകായി. അപ്പോൾ അതിൻ്റെ നൂറെല്ലാം പോയി. ഇത് നല്ലപോലെ പിഴിഞ്ഞ് അത് നല്ലപോലെ തോത്തിയെടുത്ത് നമ്മൾ അടുത്ത പാത്രത്തേക്ക് മാറ്റി വെക്കണം. അപ്പം നമ്മളിത് എല്ലാം കഴുകിയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതിൻ്റെ പാചകത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചക്കക്കുരുവിനുള്ള മാങ്ങ അരിഞ്ഞിടുകയാണ്. അപ്പോൾ ഇത് കറ കളഞ്ഞ് നമ്മൾ അതിനോടൊപ്പം മിക്സ് ചെയ്യുന്നതാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതലും ഈ കല്ലിലൊക്കെ അരയ്ക്കുന്നുണ്ട് അവർ കവുങ്ങിൻ്റെ പാളയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് ഇതെല്ലാം വെട്ടിയെടുക്കാൻ നമ്മൾ വടുവാള എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ഈ അരയ്ക്കുന്നുണ്ട് നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കാനും ശരിയായ രീതി വടിച്ചെടുക്കാൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ പാള നല്ല നോക്കി മാറ്റി വെക്കും. ആ പാള നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. അപ്പം മിക്കവാറും ഗ്രാമീണ വീടുകളിലൊക്കെ കല്ലിൽ അരയ്ക്കുന്നുണ്ട് ഈ വടുവാളയാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നവും ആണ്. അപ്പോൾ നമ്മൾ ഈ വടുവാള ഉപയോഗിച്ചാണ് നമ്മൾ കല്ലരച്ച് വടിച്ചെടുക്കുന്നത്. അപ്പം ചക്കക്കുരു മെഴുകോട്ടിക്ക് നമ്മൾ തോരനരയ്ക്കാൻ വേണ്ടി വന്ന് തേങ്ങയുണ്ട്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കാന്താരിമുളക്, ഒരു 2-3 ജീരകത്തിൻ്റെ തരി കൂടി ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ച് വരാം. അപ്പം ഇത് പെതുക്കെ നമ്മളൊന്ന് ചതച്ച് വാരി ചെയ്യാവും. അണ്ടവൻ അങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറും, വേറൊരു രുചിയിലോട്ട് പോകും. അപ്പം നമ്മളിത് ചതച്ച് വാരുക എന്ന് പറയുന്ന ഒരു പരുവത്തിലെത്താവും. അപ്പോൾ ഇതെല്ലാം ഏകദേശം ബ്ലെൻഡായി കഴിഞ്ഞു. ഇനി നമ്മളിതെല്ലാം കൂട്ടി വെച്ചിട്ട് വാരിയെടുക്കുകയാണ്. അപ്പം വടുവാളയുടെ പ്രത്യേകത മുമ്പേ പറഞ്ഞില്ല, വളരെ കല്ലിൽ നിന്നും നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ 2 കല്ലിൽ നിന്നും, അരയ്ക്കുന്ന കല്ലിൽ നിന്നും ഈ കല്ലിൽ നിന്നും എല്ലാം നമുക്ക് വളരെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാം ഏകദേശം ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് എടുക്കുകയാണ്. അപ്പം നമ്മളിതെല്ലാം വാരി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം കല്ല് കണ്ട പാള ഉപയോഗിച്ച് കഴിയുമ്പോൾ കല്ല് വളരെ ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ ഇച്ചിരിയും വെള്ളം തൊട്ട് ആ കല്ലൊന്ന് കഴുകിയെടുക്കും. അപ്പോൾ അതിൽ ഈ പറയുന്നത് ഈ എണ്ണമയമോ ഒക്കെ ഉണ്ട്, ആ തേങ്ങയുടെ എണ്ണമയമോ ഒക്കെ ഉള്ളത് ആ സത്തൂടെ ഇത് വരുമെന്നാണ്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചക്കക്കുരു എല്ലാം നമ്മൾ ഇതെടുത്ത് വെച്ചു, നമ്മൾ അടപ്പേ വെച്ചു. അപ്പം ഇത് നമ്മളൊരു കുക്കിംഗ് റേഞ്ചിലാണ് വെക്കുന്നത്. നമ്മൾ സാധാരണ അടുപ്പുകളിലാണ് വെക്കുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ അവിടെ വെക്കുമ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ നമ്മുടെ ഈ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം, വീഡിയോ പിടിക്കുമ്പോൾ വെട്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇത് അടുപ്പിൽ വെക്കുവാണെങ്കിൽ വേറൊരു രുചി തന്നെയാണ്. അപ്പോൾ നമ്മളിത് കുക്കിംഗ് റേഞ്ചിൽ വെച്ചു, ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മീൻ ഏകദേശം എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഉപ്പുമീൻ കഴുകിയെല്ലാം തോത്തി വെച്ച ഉപ്പുമീനെല്ലാം എടുത്തിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആവശ്യാനുസരണം ഇതിൻ്റെ ഒരു കണക്ക് നോക്കിയിട്ട് ഏകദേശം കുറച്ച് മാങ്ങ ചേർത്താൽ മതി. ഒത്തിരി മാങ്ങ ചേർക്കേണ്ടതല്ല, കുറച്ച് മതി. ഒത്തിരി മാങ്ങ ഇട്ട് അതിൻ്റെ രുചി അങ്ങ് മാറും. ഇത്രയും മാങ്ങ ഏകദേശം മതി. അപ്പം ഇച്ചിരി മാങ്ങ ചേർത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പീര ചതച്ച് വെച്ച പീര വാരി ഇതിനോടൊപ്പം നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ആ പീരയുടെ കൂടെ നമ്മൾ ആവശ്യാനുസരണം കുറച്ച് വെള്ളമോട് ചേർക്കും. അത് ചേർത്തെങ്കിലേ മാത്രമേ ഈ ചക്കക്കുരു ഇത് വേവത്തുള്ളൂ. ചക്കക്കുരുവും ഇനി മീനോട് വേവണം. അപ്പം നമ്മൾ ആദ്യം ചേർത്ത് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ ഉപ്പുമീനായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഒരു ഉപ്പുമീൻ ആദ്യം നമ്മൾ ഉപ്പൊക്കെ വെള്ളം അപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം നമുക്ക് ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഈ ചക്കക്കുരു വേവണം, എങ്കിലേ ഇതിന് രുചിയും കിട്ടത്തുള്ളൂ. ഈ പീര ഇതൊരു ബ്ലെൻഡ് ആവണം. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടിച്ചേരണം. പുതിയ തലമുറയ്ക്കൊക്കെ ആകുമ്പോൾ ഇത് പറയുമ്പോൾ അറിയാം, പഴയ തലമുറയ്ക്ക് അറിയാം, നമ്മൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഏകദേശം ആയി. അതിനപ്പം ലേശം ഉപ്പ് കൂടി ചേർക്കണം. ഒത്തിരി ഉപ്പ് നമുക്ക് ചേർക്കേണ്ട, ഓൾറെഡി മീനിനകത്ത് ഉപ്പുണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ, വളരെ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത്ര ഉപ്പേ നമ്മളിപ്പോൾ ആകെ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കുകയാണ്, ഇളക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കുക. നല്ല വൃത്തിയായിട്ട് ഇളക്കണം. ഇളകിക്കഴിഞ്ഞ് നമ്മളിത് അടച്ച് ഗ്യാസിൽ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. കാരണം ഇത് കുറേ നേരം ഇരുന്ന് വേവണം. കുറച്ച് നേരം ഇരുന്ന് വെന്തെങ്കിലും ഇതിൻ്റെ ഒരു, എന്നിട്ട് നമ്മളൊരു 4-5 പ്രാവശ്യം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കാരണം ഈ മസാലകൾ എല്ലായിടത്തും പിടിച്ച് ഇതിലും ഈ മീനിലും എല്ലാം പിടിക്കണം. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇളക്കി ഏകദേശം വൃത്തിയാക്കി എല്ലാം അടച്ച് വെച്ച് ഇനി അടച്ച് വെക്കാൻ പോവാണ്. എല്ലാം ഇളക്കി എല്ലാം കഴിഞ്ഞ് ഇനി ഇത് അടച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഗ്യാസെല്ലാം ഓൺ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ചു. ഇനി ഇതൊന്ന് വേവട്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒരു ചെറിയ അളവിലാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് നമുക്കൊന്ന് വേവട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പം ഇത് നമ്മൾ ഏകദേശം അത് വെന്ത് വരുവാണ്. നമ്മളിത് ഇളക്കി, നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇളക്കി ഒന്ന് വീണ്ടും കൊടുത്ത് നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇങ്ങനൊരു 5-6 പ്രാവശ്യം ചെയ്യണം. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരണം. എങ്കിൽ നമ്മുടെ ഈ തോരന് പറയുന്ന രുചി കിട്ടത്തുള്ളൂ. ഇല്ല നമ്മൾ കഥ പറയുന്നതിൻ്റെ കൂട്ടൊന്നും രുചി കിട്ടത്തില്ല. അപ്പം ഇതിനൊക്കെ വീട്ടമ്മമാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയുള്ള തോരനുകളൊക്കെ ഉണ്ടാകുന്നത്. പഴയ കാലത്തെ വീട്ടമ്മമാർക്കൊക്കെ അറിയാം, വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പം വളരെ ഇന്ധനം, അത് അടുപ്പിലൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും എളുപ്പമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് അടച്ച് വെക്കുകയാണ്. അപ്പം ഏകദേശം ആയി. ഇനി നമ്മൾ ഇതൊന്ന് ചെറിയൊരു തോതിലുള്ള, അത് കഴിഞ്ഞ് കടുക് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് അടച്ച് വെക്കാൻ പോവുകയാണ്. എല്ലാം വെന്ത് കഴിഞ്ഞ് നല്ല ഒരു ഏകദേശം ഒരു രുചിയൊക്കെ ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടാൻ വെക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആ മണം. വേവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ചക്കക്കുരു നമുക്ക് വളരെ അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി. നമ്മളിപ്പം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചുവന്നുള്ളി ഇട്ടു. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഏകദേശം പകുതി മൂപ്പായി. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിട്ട് അപ്പം കടുക് ഏകദേശം പൊട്ടി. അപ്പം നമ്മൾ ഇത് ഏകദേശം ചുമന്ന ഫ്ലേവറിലോട്ട് ആവാറായി. അപ്പം ഏകദേശം ചുമന്ന ഫ്ലേവറിലായി. അപ്പം നമ്മളിത് തോരനിലേക്ക് മാറ്റാനുള്ള ഏകദേശം അതിൻ്റെ ആയി. പിന്നെ നമുക്കിത് തോരനിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ചുമന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കടുക് ചുവന്നുള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമ്മളത് ഓഫ് ചെയ്തു. ഇനി അത് നമ്മൾ ഈ ചക്കക്കുരു തോരൻ വച്ചതിലേക്ക് നമ്മൾ ഇടുകയാണ്. അപ്പം ചുവന്നുള്ളി വച്ച് നമ്മൾ ഇടുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ ഈ തോരൻ്റെ ഇതിൻ്റെ അനുഭവത്തിൽ ചെറിയ ഫ്ലെയിമിങ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഫ്ലെയിം. എന്നിട്ട് നമ്മൾ ഇതിന് ഇളക്കി ഇതൊന്ന് സംയോജിപ്പിക്കുക. അപ്പം ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് പറ്റും. ആ വെളിച്ചെണ്ണയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ ഒരു രുചി ഇതിനെ അതിസ്വാദിഷ്ടമാക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ഒരു ഗ്രാമീണ വിഭവങ്ങളിൽ മുൻപന്തി നിൽക്കുന്നൊരു വിഭവമാണ്. സാധാരണ ഒരു ചക്കക്കുരു വെച്ച് നമ്മൾ അതിമനോഹരമായൊരു പാചകവിദ്യയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു വലിയ മുതൽക്കൂട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക രീതിയിലുള്ള പാചകക്കൂട്ടുകൾ. അപ്പം ഈ പാചകക്കൂട്ടുകൾ നമ്മൾ ലോകത്തിന് മുമ്പിലേക്കാണ് കാഴ്ച വെക്കുന്നത്. അപ്പം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഈ പാചകത്തിൻ്റെ കൂട്ടുകളുള്ള വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തെ രുചികളൊക്കെ അനുഭവിക്കുമ്പോൾ കേരളത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഇനിയും ജലാംശമൊക്കെ ഒന്ന് തോന്നു കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക, അല്ലെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രോത്സാഹനവും, ഞങ്ങൾ ഒരു ടൂറിസം ചാനലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൾനറി വീഡിയോകൾ രാജ്യാന്തര തലത്തിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഈ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ വീഡിയോകൾ രാജ്യാന്തര തലത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാനമായി മാറണം. നമ്മുടെ നാട്ടിലുള്ള ചെറുകിട എല്ലാ ധാന്യവർഗ്ഗങ്ങളും ഇതുപോലെ പാചകത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം ലോക ജനതയെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിനെ ഒരു ടൂറിസത്തിൻ്റെ നമ്പർ 1 ബ്രാൻഡാക്കി മാറ്റാനും കൾനറി കേരളത്തിൻ്റെ വിഭവങ്ങളെ ലോകത്തെ പരിചയപ്പെടുത്താനും നമുക്ക് ഈ വീഡിയോ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മളിത് പാത്രത്തിലേക്ക് ആക്കി മനോഹരമായിട്ട് ഇത് പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കുക മാത്രമല്ല, വീട്ടിലെ സംബന്ധിച്ചോളം മറ്റു വിഭവങ്ങളൊന്നുമില്ലെങ്കിലും അതിമനോഹരമായ ഒരു കൂട്ടാനുണ്ടാക്കുന്നതിന് സാമാന്യം നമ്മളെപ്പോലുള്ള ഏത് സാധാരണ ഗ്രാമീണ ജനതയ്ക്കും പറ്റുമെന്നുള്ളൊരു തെളിവ് കൂടിയാണിത്. അപ്പം നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുക. വളരെ രുചികരവും സ്വാദിഷ്ടവുമാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളെ സമീപിക്കുന്നതാണ്.